ഭക്തി കാണിക്കുന്നത്. ബോന്തി ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇതുവരെ എൻ്റെ ഭർത്താവിന് രാക്ഷസൻ എന്നൊക്കെ വിളിച്ചത്, അതിനൊക്കെ അവൾ മാപ്പ് ചോദിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് സൗദാമിനോട് പറയാണ്, നീ എനിക്ക് എന്താണെന്നും ആരാണെന്നും എനിക്ക് ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എനിക്ക് ഇന്നലെയും ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും നീ എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഇനി ആരൊക്കെ വന്നാലും നീ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീയല്ലേ പറഞ്ഞ് എന്നെ നീ മനസ്സിലാക്കുന്നു, എന്നിട്ട് ഇപ്പോൾ നിനക്ക് ഒരു തെരി പോലെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അവൾക്ക് ശരിക്കും ഉള്ളിലൊക്കെ നല്ല സന്തോഷമാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. എന്നിട്ട് അവനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവനത് മൈൻഡ് ചെയ്യാണ്ട് എനിക്ക് പണ്ഡിറ്റ്ജീനെ സ്റ്റേഷൻ വരെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നെ പോന്നിട്ട് ത്രിലോചനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ത്രിലോചന ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ പൂജയ്ക്ക് വിളക്ക് വെക്കണം, അതായത് വിളക്ക് വെക്കണം രാവിലെ നേരത്തെ എണിച്ചിട്ട് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ത്രിലോചന അവിടുന്ന് പോവാണ്. എന്നിട്ട് അവൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ എൻ്റെ പത്തിബാബു എനിക്ക് വേണ്ടി ചെയ്തത്, അപ്പോൾ ഞാനും ആൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്, എന്തെങ്കിലും സമ്മാനം ആൾക്ക് കൊടുക്കണ്ടേന്ന് അവളിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അവളങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് എന്തോ കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് ഓടിയിട്ട് ബിഹാരിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി ഓടി വരികയാണ്. എന്നിട്ട് ബിഹാരിയോട് അവൾ പറയാണ്, അന്ന് ആ കറായ സർട്ടിഫിക്കറ്റ് ഇല്ല അനിരുദ്ധിൻ്റെ, അന്ന് ഇവള് മൂത്രമൊഴിച്ച് എന്ന് പറഞ്ഞിട്ട് സൗദാമിനിയാണ് അയിമങ്ങനെ കറ പോലെ ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇവളുടെ പേരിൽ ഇവൾക്ക് ചീത്തൊക്കെ കേട്ടില്ലേ ആ സർട്ടിഫിക്കറ്റിൽ ആ കറായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇവൾ ബിഹാരിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ബിഹാരി ആന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിജാണെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഞാനിത് എന്തായാലും നല്ല വൃത്തിയാക്കും, അപ്പോൾ ഈ പത്തിബാബുവിന് ഇത് കണ്ടാലും നല്ല സന്തോഷമാവുമെന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോയിട്ട് അത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ അതിലത്തെ എല്ലാ അക്ഷരങ്ങളും പോവാണ്. പക്ഷെ അവൾക്കറിയില്ല ഇതിനെക്കുറിച്ച്, അതിൻ്റെ വാല്യൂ എന്താണെന്നൊന്നും അവൾക്കറിയില്ല. അങ്ങനെ കുറച്ചടിച്ചിട്ട് അതിലത്തെ എല്ലാ അക്ഷരങ്ങളും പോവാണ്. അപ്പോൾ എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, എന്ത് ഭംഗിയപ്പോൾ കാണാൻ, ഒരു കറ പോലും ഇല്ല, നല്ല വൃത്തിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരു വെള്ള പേപ്പറാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പത്തിബാബു ഇത് കണ്ടാൽ നല്ല സന്തോഷമാവും അവൾക്ക്, ഞാനിത് സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാ ആൾക്കെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധ് പട്ടുവിനെ ചീത്ത പറയാനാണ് കാണിക്കുന്നത്. അവൻ പഠിക്കാത്തതിൽ അവൻ നന്നായിട്ട് ചീത്ത പറയാണ്. അപ്പം അനിരുദ്ധ് പറയാണ്, ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവന് ഒരു നിലനിൽപ്പില്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല പട്ടുവിക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിരുദ്ധ്. പിന്നെ അനിരുദ്ധ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടാവും. അപ്പോൾ ആൾ അവനെ തടഞ്ഞു നിർത്താണ്. എന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ ലണ്ടനിൽ നിന്ന് എന്തിനാ ഈ ബാരിസ്റ്റർ ബാബു ഒക്കെ ആയിട്ട് വന്നത്, നീ ശരിക്കും ഈ സതിയിലത്തെ രക്ഷിക്കാനും പിന്നെ ഈ പെണ്ണുങ്ങളുടെ ഈ ബെഡ്ഷീറ്റൊക്കെ കഴുകി വൃത്തിയാക്കാനൊക്കെയാണോ നീ ഇങ്ങോട്ട് വന്നത്, നീ എന്തിനാ വന്നത് നിനക്കറിയില്ല, നീ ഒരു വക്കീലാണ്, അപ്പോൾ ഞാൻ എന്തായാലും കൊൽക്കത്തയിൽ പോയിട്ട് അവിടെ നിനക്ക് വക്കീൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ആക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ ആ സമയത്താണ് ബോന്തിത അങ്ങോട്ട് വരുന്നത്. ബിരിസ്റ്റർ ബാബു എന്ന് വിളിച്ചിട്ടാണ് അവൾ വരുന്നത്. എന്നിട്ട് അവനോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം കൊടുത്തു വെച്ചിട്ടുണ്ട്, പിന്നല്ലേ ഈ ബാത്റൂമിൽ കുളിക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾക്ക് നല്ല സുഖമാണല്ലോ അതിൽ കുടിക്കാൻ, നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ അതിൽ കുളിക്കുകയൊക്കെ ചെയ്യാമെന്നിങ്ങനെ അനിരുദ്ധിനോട് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, നിന്നെപ്പോലെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ എത്ര നന്നായേനെ എന്നൊക്കെ പറയുമ്പോൾ ബോന്തിത പറയാണ്, എന്തായാലും എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും, ഇനിയിപ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആ സമ്മാനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താ സമ്മാനം കൊടുക്കുകയെന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റ് ആണ് അവൾ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ അവൾ ഞാൻ സമ്മാനം നിങ്ങൾക്ക് തരട്ടെ എന്നിങ്ങനെ ചോദിക്കാൻ വരുമ്പോൾ അവൻ പറയാണ്, ഇപ്പോൾ നീ ഒന്നും പറയല്ലേ ബോന്തിത, തരാനുള്ളതൊക്കെ നീ പിന്നെ തന്നാൽ മതി, നീ ഇപ്പം അകത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനും അവനും തമ്മിൽ കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ ഈ വിദ്യാഭ്യാസമൊക്കെ ഞാൻ ഈ നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വക്കീലായിട്ട് പഠിച്ചില്ല, അപ്പോൾ അതൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി അവൻ പോകുന്നില്ല. എന്നിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി പോവാണ്. പിന്നെ സമ്പൂർണ്ണയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. സൗരഭും പിന്നെ അവൻ്റെ അമ്മ അച്ഛനും എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ സമ്പൂർണ്ണയ്ക്ക് വോമിറ്റ് ചെയ്യാൻ വന്നിട്ട് അവൾ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ രണ്ടാമയും അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സൗരഭ് ആകെ ഒന്ന് എന്തപ്പോൾ ഇതൊന്ന് ചിന്തിച്ചിരിക്കുകയാണ്. കാരണം അവർ തമ്മിൽ അധികം അടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനാകെ ഡിസ്റ്റർബായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവനെ എണീച്ച് പോകുന്നുണ്ട് അവളോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ വന്നിട്ട് വിളിക്കുകയാണ്, നിൻ്റെ ഭാര്യയോട് പിന്നെ സന്തോഷം
പറയാ, ഇപ്പം നീ ജോലിക്ക് പോകാൻ നോക്കുമെന്ന് അവനോട് പറയുമ്പോൾ അവൻ അവിടുന്ന് പോവാം. പിന്നെ സൗരഭ് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് സ്റ്റഡി റൂമിൽ എത്തിയിട്ട് സൗരഭ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ അവനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അനിരുദ്ധ് പറയാണ്, നമുക്ക് എന്തായാലും ഇനി പബ്ലിക് ബാത്റൂമിൻ്റെ കാര്യം എല്ലാ സ്ത്രീകളോടും അറിയിക്കണം, അവരുടെ മനസ്സൊക്കെ മാറ്റണം. അവരിപ്പോൾ ഇതിനൊന്നും സമ്മതിക്കില്ല, പക്ഷെ നമുക്കത് മാറ്റിയെടുക്കണം. അതിന് നമുക്കൊരു സ്ത്രീനെ ആവശ്യമാണ്. ഇപ്പോൾ ആരിനെ ഇപ്പോൾ വിളിക്കാമെന്ന് അനിരുദ്ധ് ഇങ്ങനെ സൗരഭിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൗരഭ് പറയാണ്, അങ്ങനെ കുറേ ചിന്തിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് സൗദാമിനെ വിളിക്കാൻ പറ്റില്ലേന്ന് അനിരുദ്ധിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സൗദാമിനി ഇതൊക്കെ പുറത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും. അവൾ സ്റ്റഡി റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അനിരുദ്ധിനെ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നേക്കാണ്. അപ്പോൾ ഇവരെന്താ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ സൗരഭിനോട് പറയാണ്, എന്തായാലും അവളെ നമുക്ക് ഇതിനൊന്നും വിളിക്കാൻ പറ്റില്ല, കാരണം അവൾ വിദേശത്തൊക്കെ പഠിച്ചു വളർന്നതാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. നമുക്കൊരാളെ വേണം, എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞിട്ടുള്ള ഈ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റില്ല. അവൾക്ക് എല്ലാ കാര്യങ്ങളും അവളുടെ ഇഷ്ടത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അവൾ വിദേശത്താണ് പഠിച്ചത്. അപ്പോൾ അവൾക്കൊന്നും ഈ പബ്ലിക് ടോയ്ലറ്റ് എന്നുള്ള ആ വാക്കിന് അവളുടെ വായിൽ നിന്ന് വരില്ല എന്ന് അനിരുദ്ധ സൗരഭിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സൗദാമിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു കുറവെന്നൊക്കെ അവളിങ്ങനെ അവിടെ നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ സ്ത്രീകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരിനെ ഇപ്പോൾ സഹായത്തിന് വിളിക്കാമെന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, ബോന്തിക്ക് പറ്റില്ല, അവൾ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും, എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം, അവൾക്ക് നന്നായിട്ട്, അവൾ ഭയങ്കര സ്മാർട്ടാണ് എന്നൊക്കെ അവനിങ്ങനെ സൗരഭിനോട് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് പുറത്ത് നിൽക്കുന്ന സൗദാമിനിക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. കാരണം അവളെ താഴ്ത്തിയിട്ട് ബോന്തേനെ ഉയർത്തി പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് അവൾക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അവളൊരു കുട്ടിയല്ല, അവളെ കൊണ്ട് ഇതൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടെന്ന് എൻ്റെ ഇതിനോട് അവൾ ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, നീ എന്താ പറയണം, ഇനി അവൾക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട്, അവൾ നല്ല സ്മാർട്ടാണെന്നൊക്കെ അവളെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സൗദാമിനിക്ക് ഇഷ്ടാവുന്നില്ല. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ അവളെ കൊണ്ട് ഒറ്റക്കൊന്നല്ലോ ജയിക്കുന്നത്, ഞാനും അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ സൗദാമിനി ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് സൗരഭിനെ വിളിച്ചിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ സൗദാമിനി പറയുന്നുണ്ട്, എൻ്റെ സ്ഥാനം ഞാൻ എന്തായാലും ബോന്തക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല, അവളെ കൊണ്ട് ഇതെന്തായാലും ഞാൻ നടത്തിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ബോന്തിത്തെ കാണിക്കുകയാണ്. ബോന്തിത്തെ ഇങ്ങനെ സാരിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സൗദാമിനി വരുന്നുണ്ട്. എന്നിട്ട് ബോന്തയോട് ചോദിക്കുകയാണ്, ബോന്തിത നിന്ന് നിനക്ക് ഞാൻ ഏത് സാരിയാണ് എടുത്ത് തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബോന്ത പറയാണ്, ഇന്ന് എനിക്ക് സാരി ഒന്നും എടുത്ത് തരണ്ട, എനിക്കിപ്പോൾ തന്നെ എടുക്കാനൊക്കെ അറിയാം, എൻ്റെ അമ്മ എനിക്ക് കല്യാണത്തിന് മുമ്പ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്ന് ഇപ്പം ഞാൻ തന്നെയാണ് സാരിയൊക്കെ എടുക്കല്ലേന്ന് സൗദാമിനിയോട് പറയുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിന് കൊടുക്കാനുള്ള ഗിഫ്റ്റിൻ്റെ കാര്യമില്ല, സർട്ടിഫിക്കറ്റ് അവൾ ശരിക്കും നാശാക്കിയേക്കാണ്, അത് അവൾ ഗിഫ്റ്റായിട്ട് അനിരുദ്ധിന് കൊടുക്കാൻ പോണ കാര്യമൊക്കെ അവൾ പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് വെറും വെള്ള പേപ്പറായിട്ടാണ് ആയിട്ടുള്ളത്. അത് ശരിക്കും അവൾ ആ ലെറ്ററൊക്കെ ശരിക്കും ഉരച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് സൗദാമിനി ഞെട്ടാണ്. എന്നിട്ട് ചോദിക്കാൻ, ഇത് അനിരുദ്ധിൻ്റെ ഡിഗ്രി അല്ലേ, നീ എന്തപ്പോൾ കാട്ടിയത്, ഇതിലൊരു ഇതുമില്ലല്ലോ, ഇതിൽ എഴുതിയതൊക്കെ എവിടെയെന്നിങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും പറയാണ്. അവൾ ആ കറ ഉരച്ചിട്ട് കളഞ്ഞതൊക്കെ പറയാണ്. അപ്പോൾ സൗദാമിനി പറയുന്നുണ്ട്, ഇത് ഏറ്റവും വാല്യൂ ഉള്ള സാധനമാണ് അനിരുദ്ധിൻ്റെ, നീ എന്താ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ബോന്തിത അങ്ങനെ വിഷമിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള ആവുന്നത്, എന്ത് നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ചോ അതൊക്കെ ആകെ പൊട്ടത്തരായിട്ടാണ് മാറുന്നതെന്ന് അവൾ വിഷമിച്ചിട്ട് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ചോദിക്കുന്നത്, നീ എന്തപ്പോൾ ഈ കാട്ടിയത്, എന്തിനാ നീ ഇങ്ങനെ കാട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കിത് അറിയില്ലല്ലോ, ഇത് ഇത്ര വാല്യൂ ഉള്ള സാധനമാണെന്ന് എനിക്കറിയില്ല, ഞാൻ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളല്ല, ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ സൗദാമിനി നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ബോന്തിത്തെ ഒരു പ്രസംഗം പറയേണ്ടി വരും എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്, പിന്നെ അനിരുദ്ധ ആ കാര്യം അവളെ ഏൽപ്പിക്കാൻ പോയുള്ളൂ. അപ്പോൾ അതൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് അവൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവൾ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബിഹാരി ബോന്തയോട് വന്നിട്ട് പറയാണ്, അനിരുദ്ധ വിളിക്കുന്നുണ്ട്, വേഗം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് ബിഹാരി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ബോന്തിത്ത ആകെ പേടിച്ചിട്ട് നിൽക്കുകയാണ്. അവൻ ചീത്ത പറയുന്നു അവൻ വിചാരിച്ചിട്ട് അവൾ ആകെ പേടിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി അവളോട് പറയാണ്, നീ ഒരിക്കലും പേടിക്കണ്ട, ഞാനില്ലേ നിനക്ക്, ഇതൊക്കെ ഞാൻ നിന്നെ സഹായിക്കാം ഇതിനെ. അപ്പോൾ നീ ഒരിക്കലും അനിരുദ്ധ ഇപ്പോൾ ഒരു കാര്യം നിനക്ക് നിന്നെ ഏൽപ്പിച്ചെന്ന് വെച്ചാൽ നീ അത് ഇല്ല എന്ന് പറയരുത്, അത് നിനക്ക് അറിയില്ലെങ്കിലും നീ അതൊരിക്കലും ഇല്ല എന്നൊന്നും പറയരുത്, ഞാൻ ചെയ്തോളാം എന്നെ പറയണമെന്ന് സൗദാമിനി ബോന്തയോട് പറഞ്ഞിട്ട് ബോന്തേനെ അവിടേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ ബോന്തിത്ത അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അനിരുദ്ധ് അവളോട് എല്ലാ കാര്യങ്ങളും പറയാണ്. ഇനി പബ്ലിക് ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവൾക്ക് ആ പ്രസംഗം വായിക്കാൻ കൊടുക്കുകയാണ്. ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, നീ ഇത് പഠിക്കണം, ഒരു തെറ്റ് കൂടാതെ നീ അത് പഠിച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ പറയണം എന്നൊക്കെ പറയുമ്പോൾ അവളൊന്നും ഉണ്ടാതെ നിൽക്കുന്നുണ്ട്. കാരണം സൗദാമിനി പറഞ്ഞിട്ടില്ല അവളോട്, എന്ത് അവൾക്ക് അറിയില്ല എന്നെങ്കിലും അത് മേടിച്ചിട്ട്
പറയാൻ വേണ്ടിയിട്ട് സൗദാമിനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളൊന്നും മിണ്ടുന്നില്ല. അവളത് മേടിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സൗദാമിനി കാണിക്കുകയാണ്. സൗദാമിനി സോമനാഥിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ട് ബോന്തിതക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബുദ്ധിയാണ് അവളുടെ. അപ്പോൾ അവൾ സോമനാഥിനോട് പറയുന്നുണ്ട്, എന്താ എന്നെ സഹായിക്കണം, നീ ഞാനിവിടുത്തെ മരുമോളായി വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ, നിൻ്റെ ഏട്ടത്തിയായിട്ട് വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ല, അപ്പോൾ നീ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബോന്തിതക്ക് എന്താ തെറ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അവനക്ക്. അപ്പോൾ അവനും അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കാരണം ബോന്തിതനെ അവന് തീരെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനും അതിന് കൂട്ടി നിൽക്കുകയാണ്. പിന്നെ സമ്പൂർണ്ണക്ക് സൗരഭ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് കാണിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, നീ ഒരിക്കലും പ്രഗ്നൻ്റ് അല്ല എന്നൊക്കെ പറയുമ്പോൾ അവളത് വിശ്വസിക്കുന്നില്ല. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടുന്ന് പോവാണ്. പിന്നെ ബോന്തേനെ കാണിക്കാണ്. ബോന്തിത്ത് ഇങ്ങനെ നിന്ന് പറയാണ്, അയ്യോ ഇനി സൗദാമിനി തീരി അവളെ വീട്ടിലേക്ക് പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളവിടെ നിൽക്കുകയാണ്. അവർക്ക് സോമനാഥ് വരുന്നുണ്ട്. എന്നിട്ട് ബോന്തയോട് പറയാണ്, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയുമ്പോൾ ബോന്തിത്ത് നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അവൾ പറയാണ്, ഞാൻ ഇതിലുള്ളത് എല്ലാതും മറക്കാതെ ഒരു വാക്ക് പോലും തെറ്റാതെ ഞാൻ എല്ലാതും പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ സോമനാഥ് അവൾക്ക് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിലുള്ള എൻ്റെ നേർ വിപരീതമാണ് അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബോന്തിത പാവം ഇതൊന്നും അറിയാതെ അതെല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. സൗദാമിനി ഇതെല്ലാം ഒളിഞ്ഞിട്ട് കാണുന്നുണ്ടാവും. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കാണ്. സമ്പൂർണ്ണ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ രണ്ടമ്മമാരും വരുന്നുണ്ട് സൗരഭിൻ്റെ. എന്നിട്ട് പറയാണ്, ഇവർ രണ്ടുപേരും കൂടിയിട്ട് റോയ് ചൗധരിയുടെ ഹവേലിക്ക് പോവാണ്. അപ്പോൾ ബോന്തിതയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അനിരുദ്ധ അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. ആ ഗ്രാമത്തിലത്തെ എല്ലാ സ്ത്രീകളെയും അനിരുദ്ധ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പോവാണ്. സമ്പൂർണ്ണയോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയാണ്. അവരുടെ കണ്ണിൽ അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള മൈൻഡല്ലേ. അപ്പോൾ അതുകൊണ്ട് അവളെ അവിടെ നിർത്തുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ അടയാളങ്ങളൊക്കെ അറിയാം, നിനക്കതൊന്നും അറിയാത്ത കാരണമാണ്, അപ്പോൾ നീ പ്രഗ്നൻ്റ് തന്നെയാണ് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവളോട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ബോന്തിത്ത വരികയാണ്. അപ്പോൾ അനിരുദ്ധ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എല്ലാം പഠിച്ചിട്ടില്ല, ഒന്നും മറന്നിട്ടില്ല, എല്ലാം തെറ്റാതെ പറയില്ലേ എന്ന് പറയുമ്പോൾ ബോന്ത് പറയണം, ഞാനൊക്കെ പഠിച്ചു, ഞാൻ എല്ലാം അതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്ന അതേപോലെ തന്നെ ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, ഞാനൊക്കെ തെറ്റാതെ പറയുന്നു പറഞ്ഞിട്ട് അവളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവന്. അപ്പോൾ അപ്പോഴാണ് സൗദാമിനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സൗദാമിനി പെട്ടെന്ന് വീഴണ പോലെ അഭിനയിക്കുകയാണ്. കാരണം അവളത് പറഞ്ഞാൽ അവൾ പിടിക്കപ്പെടില്ലേ. അപ്പോൾ അവൾക്ക് എല്ലാവരുടെ മുമ്പിലും അവൾക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സൗദാമിനി വീഴണ പോലെ അഭിനയിക്കുമ്പോൾ അനിരുദ്ധ അങ്ങോട്ട് ഓടി വരികയാണ്. അപ്പോൾ അനിരുദ്ധ എന്നിട്ട് പറയുന്നുണ്ട്, നീ നോക്കി നടക്കണ്ടേ സൗദാമിനി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബോന്തയുടെ അടുത്ത് പോവാണ്. അപ്പോഴത്തേക്ക് അവൾക്ക് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ബോന്തിത്തനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആദ്യം അനിരുദ്ധ. എന്നിട്ട് ബോന്തിത്ത പ്രസംഗം തുടങ്ങുകയാണ്. അവളൊക്കെ വിപരീതമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ആകെ അനിരുദ്ധിന് ദേഷ്യവും സങ്കടമൊക്കെ കൂടിയിട്ട് വരികയാണ്. കാരണം ഈ പൊതു ടോയ്ലറ്റ് നല്ലതാണെന്ന് പറയണതിന് അവൾ ഫുള്ള് ഇത് ചീത്തതാണ്, ഇതൊരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവന് തീരെ ഇഷ്ടമാവുന്നില്ല. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനിരുദ്ധാണെങ്കിൽ ആ പേപ്പർ എടുത്തിട്ട് അവളുടെ കൊടുന്നോർത്ത് പറയാണ്, നീ എന്തൊക്കെ പൊട്ടത്തറി വിളിച്ച് പറയുന്നത്, ഇപ്പോൾ ഈ പേപ്പറിലുള്ളത് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇത് വായിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വായിക്കാൻ വേണ്ടി പറയുമ്പോൾ ബോന്തിത്താണെങ്കിൽ അവൾക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ ഇങ്ങനെ പറയുന്നുണ്ട്, നീ അത് വായിക്കുമെന്ന് പറയുമ്പോൾ ബോന്ത് പറയണേ, എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അനിരുദ്ധ ചോദിക്കുകയാണ്, നീ നിനക്ക് എന്തുകൊണ്ട് വായിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൾ പറയാണ്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല എന്ന് അവനോട് പറയാം. അപ്പോഴാണ് അവനെ ആകെ ഞെട്ടാണ്. ബോന്തിത്തൊക്കെ അറിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഓടുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിനെ ആണെങ്കിൽ അവിടെയുള്ള ഗ്രാമവാസികളൊക്കെ നന്നായിട്ട് ചീത്ത പറയുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, ആദ്യം നിങ്ങളുടെ വീട്ടിലത്തെ ആൾക്കാരുടെ മൈൻഡ് തന്നെ മാറ്റി, എന്നിട്ട് ഞങ്ങൾ നന്നാക്കാൻ വന്നാൽ മതി എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ബോന്തിത്ത അകത്ത് നിന്ന് ഇങ്ങനെ കറിയാണ്. അപ്പോൾ അവളുടെ അടുത്ത് അനിരുദ്ധ വരുന്നുണ്ട്. എന്നിട്ട് അവളെ ചീത്ത പറയാണ്, നീ എന്തിനാ എന്നോട് നോണ പറഞ്ഞ്, നീയല്ലേ പറഞ്ഞത്, അന്ന് നീയാണ് എനിക്ക് ലെറ്റർ അയച്ചത്, അന്ന് വന്ന ലെറ്റർ നീയാണ് അയച്ചത്, നീയല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എന്താണ് എന്തിനാണ് ഇങ്ങനെ നോണ പറയാൻ നിൽക്കണമെന്ന് അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ എഴുതിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അയച്ചു എന്നല്ലേ പറഞ്ഞത്, ഞാൻ വിദ്യാലയത്തിലെ കുട്ടികളെ കൊണ്ട് എഴുതിച്ചതാണ്, അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ, അവിടെയുള്ള പെൺകുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല, പഠിക്കാനും പാടില്ല, അത് ആൺകുട്ടികൾക്കുള്ള സ്കൂളാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽത്തേന്ന് അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, എന്നാൽ നീ ഇത് എന്തുകൊണ്ട് ഞാൻ ഇത് പേപ്പർ തന്നില്ലേ, നിനക്ക് പ്രസംഗം വായിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും, അപ്പം നീ എന്തുകൊണ്ട് നീ അത് അപ്പം എന്നോട് പറഞ്ഞില്ല, നീ എന്തിനപ്പോൾ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതെന്ന് ബോന്തോട് ചോദിക്കുമ്പോൾ ബോന്തിത്ത് പറയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാനല്ല നോക്കിയത്, നിങ്ങൾക്ക് നല്ലത് ചെയ്യാനാണ് നോക്കിയത്, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തേക്കണോ, അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേണ്ട, ഇപ്പോൾ എനിക്ക് പ്രസംഗം വായിക്കാൻ വേണ്ടി തന്നിട്ട് ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചിട്ട് ഒന്നും മിണ്ടാതിരുന്നത് എന്ന് ബോന്തിത്ത് പറയാണ്. എന്നിട്ട് പറയാണ് അവള്, സോമനാഥ് ഏട്ടൻ എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആൾ എന്നെ സഹായിച്ചു, ആൾ പറഞ്ഞെന്ന പോലെ അതേപോലെയാണ് ഞാൻ പഠിപ്പിച്ചത്, പക്ഷേ എവിടെ എനിക്ക് തെറ്റ് പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സോമനാഥിനോട് അവളും നന്നായിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അവൾ പറയാണ്, സോമനാഥ് ഏട്ടാ എന്നോട് ക്ഷമിക്ക്, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെ ഞാൻ വെള്ളത്തിലായില്ലേ, ഞാനൊക്കെ പൊട്ടത്തരം
ഇത്രയും വിളിച്ച് പറഞ്ഞില്ലേന്ന് സോമനാഥിനോട് അവൾ പറയാണ്. അപ്പം അനിരുദ്ധ ആകെ ഞെട്ടാണ്. കാരണം സോമനാഥാണ് അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ സോമനാഥിനോട് ദേഷ്യത്തിൽ ചോദിക്കണം, നീയാണോ ഇത് ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യമൊന്നും മിണ്ടുന്നില്ല. പിന്നെ അവൻ പറയാണ്, ഞാൻ തന്നെയാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. കാരണം എനിക്ക് അവളോട് നല്ല ദേഷ്യമാണ്, എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ടാണ് ഞാനിതൊക്കെ തെറ്റായിട്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്ന് സോമനാഥ് പറയാണ്. എന്നിട്ട് അവൻ സോറി ഒക്കെ അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ടിട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരാണ്. എന്നിട്ട് അവൻ അടിക്കാൻ വേണ്ടിയിട്ട് കൈ വാങ്ങുന്നുണ്ട്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.